വിശദമായ വാർത്തകളിലേക്ക്. കടുവ ഭീതി ഒഴിയാതെ വയനാട് കുറുക്കൻമൂലയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാനുള്ള നടപടികൾ ഏകോപിപ്പിക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇന്ന് ജില്ലയിലെത്തും. ഇന്നലെ പുതിയ വിദഗ്ധ സംഘത്തെ കൂടി തിരച്ചിലിനായി നിയോഗിച്ചിരുന്നു. വിവരങ്ങളുമായി രതീഷ് വാസുദേവൻ ചേരും. രതീഷ്, എപ്പോഴാണ് വൈൽഡ് ലൈഫ് വാർഡൻ ജില്ലയിലെത്തുക? എപ്പോഴാണ് ഇന്നത്തെ തിരച്ചിൽ ആരംഭിക്കുക? എന്തായാലും ഉച്ചയോടുകൂടി അദ്ദേഹം ഈ സംഭവസ്ഥലം സന്ദർശിക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും പതിവ് പോലെ ഇന്നും കുങ്കിയാനകളുടെ നേതൃത്വത്തിൽ ഉള്ള തിരച്ചിൽ ഈ പ്രദേശങ്ങളിൽ നടക്കും. മാത്രവുമല്ല, ഇന്നലെ കൂടുതലായി ഇറങ്ങിയിട്ടുള്ള 3 അംഗ സംഘവും ഇന്ന് 3 ഭാഗങ്ങളിലായിട്ട് കടുവയ്ക്കായിട്ടുള്ള തെരച്ചിൽ നടത്തും. സ്വകാര്യ ഭൂമികളിലും തോട്ടങ്ങളിലുമാണ് ഇത് തെരച്ചിൽ നടത്തുക. 2 ദിവസത്തിനകം കടുവയെ പിടികൂടുന്ന കഴിഞ്ഞ ദിവസം വനംവകുപ്പ് അധികൃതർ ഉറപ്പ് നൽകിയിരുന്നു. തുടർന്നാണ് ജനങ്ങളുടെ പ്രതിഷേധം അവസാനിച്ചത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി വരികയാണ്. കൂടുതൽ ജാഗ്രതയോടെ മയക്കുവെടി സംഘങ്ങൾ ഉൾപ്പെടെയുള്ള അവർ ഈ തെരച്ചിൽ സംഘത്തോടൊപ്പം അനുഗമിക്കുന്നുണ്ട്. ഈ നാളെ കടുവയെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷ വനംവകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ പങ്കുവച്ചു. ഏതായാലും വനപ്രദേശങ്ങളിൽ നിന്ന് മാറി സ്വകാര്യ കൃഷിയിടങ്ങളിലേക്ക് കടുവ ഇറങ്ങി എന്നാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്ന വിവരം. എന്തായാലും ഇന്ന് ഈ വൈൽഡ് ലൈഫ് വാർഡൻ എത്തുന്നതോടെ കാര്യങ്ങൾ കുറച്ചുകൂടെ ജാഗ്രതയോടെ തരത്തിൽ പ്രോഗ്രാമുകൾക്ക് അല്ലെങ്കിൽ പരിപാടികൾക്ക് നേതൃത്വം നൽകാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് വനംവകുപ്പ്. എന്തായാലും കുങ്കിയാനകളുടെ സംഘം 10 മണിയോടെ പതിവ് പോലുള്ള തെരച്ചിലിന് കാട്ടിലേക്ക് പുറപ്പെടും. ശരി രതീഷ്, വയനാട് കുറുക്കൻമൂലയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാനുള്ള നടപടികൾ ഏകോപിപ്പിക്കാൻ ഇന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ജില്ലയിലെത്തും. രാവിലെ തന്നെ തെരച്ചിൽ ആരംഭിക്കും. വിവരങ്ങൾ നൽകിയത് രതീഷ് വാസുദേവൻ. മറ്റു വാർത്തകളിലേക്ക്. തിരുപ്പിറവി ആഘോഷങ്ങളെ വരവേൽക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം. ആഘോഷങ്ങളെ വർണ്ണാഭമാക്കാൻ നക്ഷത്രങ്ങളും പുൽക്കൂടുകളും തോരണങ്ങളുടെ നിരയൊരുക്കി വിപണികളും സജീവം. തൃശൂർ പുത്തൻപള്ളി അഞ്ചേരി മാർക്കറ്റിൽ കച്ചവടം പൊടിപൊടിക്കുകയാണ്. വൈവിധ്യമാർന്ന നക്ഷത്രങ്ങളുടെ ശേഖരം തന്നെയാണ് പ്രധാന കാഴ്ച. LED നക്ഷത്രങ്ങൾക്കാണ് ആവശ്യക്കാർ ഏറെ. കഴിഞ്ഞ വർഷങ്ങളിൽ താരമായിരുന്ന ജിമിക്കി കമൽ, മ്യൂസിക് സ്റ്റാർ എന്നിവയൊക്കെയും വിപണിയിലുണ്ട്. കോവിഡിനെ തുടർന്ന് കഴിഞ്ഞ വർഷങ്ങളിൽ സംഭവിച്ച നഷ്ടം ഇത്തവണ തിരിച്ചുപിടിക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. കച്ചവടം അങ്ങനെ കുറേശ്ശെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. എന്നാലും കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും കച്ചവടം നല്ല കച്ചവടം കിട്ടുന്നുള്ള പ്രതീക്ഷയുണ്ട്. എല്ലാ ഐറ്റം സാധനങ്ങളും എല്ലാ ഐറ്റവും ഞങ്ങളുടെ കയ്യിലുണ്ട്. കൂട്, ട്രീ, സ്റ്റാറുകള്, ഉണ്ണിസെറ്റ്, എല്ലാവിധ സാധനങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ട്. പല വലിപ്പത്തിലുള്ള സാന്താക്ലൗസുകളും ബലൂണുകളും ക്രിസ്മസ് ട്രീകളും ഒക്കെ കച്ചവട സ്ഥാപനങ്ങളിൽ നിറഞ്ഞു കഴിഞ്ഞു. അതിജീവന കാലത്തെ ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു സാംസ്കാരിക നഗരി. ന്യൂസ് 18 തൃശൂർ. മൂവാറ്റുപുഴ തൃക്കളത്തൂർ സെന്റ് ജോർജ് പള്ളിയിലെ ഭീമൻ നക്ഷത്രം വിസ്മയ കാഴ്ചയാകുന്നു. 60 അടി ഉയരത്തിലുള്ള നക്ഷത്രം ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായാണ് നിർമ്മിച്ചത്. കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശ സംവിധാനങ്ങളുടെ അകമ്പടിയോടെയാണ് നക്ഷത്രം സ്ഥാപിച്ചിരിക്കുന്നത്. 60 അടി ഉയരത്തിലും 40 അടി വീതിയിലുമാണ് നക്ഷത്രത്തിന്റെ നിർമ്മാണം. ക്രിസ്മസിന്റെ വരവറിയിച്ച് എല്ലാ കൊല്ലവും സെന്റ് ജോർജ് യാക്കോബായ പള്ളിയിൽ കൂറ്റൻ നക്ഷത്രങ്ങൾ ഒരുക്കാറുണ്ട്. കഴിഞ്ഞ വർഷം 42 അടിയായിരുന്നു നക്ഷത്രത്തിന്റെ ഉയരം. പള്ളിയിലെ യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് നക്ഷത്രം ഒരുക്കിയത്. 12 ദിവസം കൊണ്ടാണ് ഈ പ്രാവശ്യം ഞങ്ങൾ സ്റ്റാർ ഉണ്ടാക്കിയത്. കഴിഞ്ഞ തവണത്തെക്കാളും കുറവ് സമയം കൊണ്ടാണ് ഈ പ്രാവശ്യം ഉണ്ടാക്കാൻ. അത്ര വൈകിയാണ് ഞങ്ങൾ തുടങ്ങിയത് തന്നെ. പിന്നെ പറഞ്ഞ പോലെ തന്നെ 12 അടയ്ക്കാമര ഉപയോഗിച്ചാണ് ഇത്. എല്ലാ കൊല്ലവും തന്നെ 12 അടയ്ക്കാമര ഉപയോഗിച്ച് തന്നെയാണ് ഞങ്ങൾ ഈ സ്റ്റാർ ഉണ്ടാക്കിയത്. കഴിഞ്ഞ തവണ ലൈറ്റിനായിട്ട് ഞങ്ങൾ ട്യൂബാണ് ഇതിനകത്ത് ഇട്ടിരുന്നത്. ഈ തവണ അതിൽ വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടെ ഇത് കിട്ടാനായിട്ട് ഞങ്ങൾ 40-45 LED ബൾബാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ചെറുനക്ഷത്രങ്ങൾക്കിടയിൽ അതിഭീമൻ നക്ഷത്രം രാത്രിയിൽ മനോഹര കാഴ്ചയാണ്. 300ഓളം മീറ്റർ തുണി അതിനകത്ത്, വെള്ളത്തുണി അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ പുറത്തുനിന്ന് നോക്കുമ്പോൾ അതിനകത്താണെങ്കിലും LED ഒരു 40-45ഓളം ബൾബുകൾ അതിനകത്ത് LED ബൾബുകൾ ഉപയോഗിച്ചാണ് ഇതിൻ്റെ ലൈറ്റിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്ര പ്രകാശമായിട്ട് പുറത്തുനിന്ന് കാണുമ്പോൾ അത്രയ്ക്കും രാത്രിയൊക്കെ പോകുന്ന അത്ര നല്ല രീതിയിലുള്ള കാഴ്ച അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. 25,000 രൂപയോളമാണ് നക്ഷത്രത്തിന്റെ നിർമ്മാണത്തിനായി ചെലവഴിച്ചത്. ന്യൂസ് 18 മൂവാറ്റുപുഴ. മലപ്പുറം എടവണ്ണ പടിഞ്ഞാറെ ചാത്തല്ലൂരിൽ കാട്ടാന ഇറങ്ങുന്നത് മൂലം പ്രതിസന്ധിയിലായിരിക്കുകയാണ് പ്രദേശവാസികൾ. പ്രദേശത്ത് സോളാർ ഫെൻസിംഗ് വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഓടണ്ടപ്പാറ ആദിവാസി കോളനി പ്രദേശത്ത് ആനയിറങ്ങുന്നത് പതിവാണ്. വ്യാപകമായി കൃഷിയും നശിപ്പിച്ചു.
ഇതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ്. വന്യമൃഗശല്യം ചെറുക്കാൻ നടപടി വേണമെന്നാണ് കോളനിവാസികൾ ആവശ്യപ്പെടുന്നത്. നമുക്ക് ഈ 500ഓളം വരുന്ന ആദിവാസി ആളുകൾക്കും അതുപോലെ തന്നെ ട്രൈബൽ മേഖലയിലും അതുപോലെ തന്നെ നാട്ടിൽ നമ്മുടെ ചാത്തൂർ ഗ്രാമപ്രദേശം എന്ന് പറഞ്ഞ പ്രദേശത്ത് ഒരു ആയിരക്കണക്കിന് ആളുകൾ താമസിക്കുന്നതാണ്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾ വളരെ ഭയപ്പെട്ടാണ് ഓരോ ദിവസവും തള്ളി നിൽക്കുന്നത്. ഇതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി കൊടുത്തിരിക്കുന്നത്. ഉടനെ തന്നെ അത് കലക്ടർക്ക് റിപ്പോർട്ട് ചെയ്യുകയും സോളാർ വേലികളോ മറ്റ് സംവിധാനങ്ങളോ ഉപയോഗിച്ച് ആന വരാതിരിക്കുന്നതിനുള്ള അടിയന്തര നടപടി കൈക്കൊള്ളുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കാനാണ് നമ്മൾ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. കോളനി നിവാസികൾ എടവണ്ണ പഞ്ചായത്ത് അധികൃതർക്ക് നിവേദനം നൽകി. ആനയിറങ്ങുന്നത് തടയുന്നതിനായി സോളാർ വേലികളോ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളോ വേണമെന്നാണ് ആവശ്യം. പ്രശ്നത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ന്യൂസ് 18 മലപ്പുറം. കൊല്ലത്ത് നടവഴിയില്ലാതെ ദുരിതമനുഭവിച്ച കുടുംബങ്ങൾ. തൃക്കടവൂർ, കുരീപ്പുഴ, പാണ്ടോന്നിൽ, കായൽവാരത്തെ 20ഓളം കുടുംബങ്ങളാണ് 40 വർഷത്തിലേറെയായി നടന്നുപോകാൻ പോലും വഴിയില്ലാതെ വലയുന്നത്. ശക്തമായ വേലിയേറ്റം കാരണം വീടുകളിൽ സ്ഥിരമായി വെള്ളം കയറുന്നതും ഇവരെ കടുത്ത ദുരിതത്തിലാക്കുന്നു. കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ളവർ കഴിയുന്ന പ്രദേശം. മുട്ടാത്ത വാതിലുകളില്ല. നിവേദനങ്ങൾ ഇനി എവിടെ നൽകണമെന്നും അറിയില്ല. വഴി നടക്കാനാകാത്ത ദുരിതം തീരാശാപം പോലെ കൊണ്ടു നടക്കുന്നവർ. വയസ്സായ ആൾക്കാരുണ്ട്. പെട്ടെന്നൊരു ആപത്ത് പറ്റിയാൽ 3-4 പേര് വന്ന് എടുത്തുകൊണ്ട് പോകണമെങ്കിൽ പോലും പറ്റാത്തൊരവസ്ഥയാണ് ഇത്രയും വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട്. ഈ കുടുംബങ്ങൾക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള മാർഗം കടത്തുവള്ളമാണ്. വേലിയേറ്റം അതിരൂക്ഷമായതിനെ തുടർന്ന് കടത്ത് പലപ്പോഴും ഏറെ ക്ലേശവും. വർദ്ധിത വേലിയേറ്റം പല വീടുകളിലും വെള്ളം കയറുന്നതിനുമിടയാക്കുന്നു. ദിനംപ്രതി 300ഓളം പേർ കടത്തുവള്ളത്തെ ആശ്രയിക്കുന്നുണ്ട്. വെള്ളക്കെട്ട് താണ്ടി വേണം സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് കടത്തിനെ ആശ്രയിക്കാൻ. വെള്ളക്കുഴികളിൽ വീണ് അപകടം സംഭവിച്ചവരുമുണ്ട്. പലതവണ ഇറിഗേഷൻ വകുപ്പിൽ നിന്ന് ഉദ്യോഗസ്ഥരെത്തി ഇവിടം അളന്ന് തിട്ടപ്പെടുത്തി പോയതല്ലാതെ യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഈ പ്രദേശങ്ങളിൽ ക്യാൻസർ രോഗികളുണ്ട്, കിടപ്പ് രോഗികൾ അനവധിയുണ്ട്. ഇവർക്ക് തൊട്ടടുത്ത് തന്നെ ആക്സിഡന്റ് പറ്റി സുഖമില്ലാതെ കിടക്കുന്ന നിരവധി ആളുകളുണ്ട്. ഇവർക്കെല്ലാം ഉള്ളൊരു ഏക ആശ്രയമാണ് ഈ വള്ളക്കടവും ഈ ബോട്ട് കെട്ടി. രാത്രി സമയത്ത് അസുഖബാധിതരെ ചുമലിലേറ്റി ആശുപത്രിയിൽ എത്തിച്ചതിന്റെ കൊടിയ ദുരിതം ബന്ധുക്കളും നാട്ടുകാരും പറയുന്നു. തറനിരപ്പുയർത്തി സഞ്ചാരയോഗ്യമായ പാത നിർമ്മിച്ചാൽ വഴിപ്രശ്നം പരിഹരിക്കപ്പെടുമെന്നത് മാത്രമല്ല, വീടുകളിൽ വെള്ളം കയറുന്നതിനും വലിയൊരളവിൽ കുറവുണ്ടാകും. ന്യൂസ് 18 കൊല്ലം. ഇടുക്കി കട്ടപ്പന മേട്ടുക്കുഴിയിൽ ഏലം കൃഷി സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി. മേട്ടുക്കുഴി സ്വദേശി സുരേഷ് പാട്ടത്തിനടുത്ത് കൃഷി ചെയ്തിരുന്ന ഏലമാണ് നശിപ്പിക്കപ്പെട്ടത്. 100ലധികം ഏലച്ചെടികൾ ചവിട്ടി ഒടിച്ച നിലയിലാണ്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സുരേഷ് പാട്ടത്തിനെടുത്ത കൃഷിഭൂമിയിൽ സാമൂഹ്യ വിരുദ്ധർ അതിക്രമിച്ചു കയറിയത്. ഏലത്തട്ടകൾ ചവിട്ടിയൊടിച്ച് നശിപ്പിച്ചു. കൃഷിയിടത്തിൽ ജലവിതരണത്തിനായി സ്ഥാപിച്ചിരുന്ന പൈപ്പുകൾ തുറന്നിട്ടും ചെടികൾ നശിപ്പിക്കാൻ ശ്രമിച്ചു. കഴിഞ്ഞ രാത്രി വന്ന ആരോ മൊത്തം നശിപ്പിച്ച് വിലയില്ലാത്ത ഒരു സാഹചര്യമാണ്. പണിക്കൂലി പോലും കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ്. വളത്തിനും മരുന്നിനും എല്ലാം ഭയങ്കര വിലയായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ യാരോ സാമൂഹിക വിരുദ്ധർ വന്ന് മൊത്തം ഒരു 100ഓളം ചെടിക്ക് മുകളിൽ ഒഴിച്ചു പറിച്ച് നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. കാലുകൊണ്ട് ചവിട്ടി ഒഴിച്ച് എല്ലാം സ്ഥലവും എല്ലാം കാലുകൊണ്ട് ചവിട്ടി ഒഴിച്ച് നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. പാട്ടത്തുകയും കൃഷിക്കും വളത്തിനുമായി ലക്ഷക്കണക്കിന് രൂപയാണ് സുരേഷ് മുടക്കിയത്. നിലവിൽ ഏലത്തിന്റെ വിലയിടിവ് മൂലം കൃഷി നഷ്ടത്തിലായ സാഹചര്യത്തിലാണ് സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണവും ഉണ്ടായത്. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സുരേഷ് കട്ടപ്പന പോലീസിൽ പരാതി നൽകി. ന്യൂസ് 18 കട്ടപ്പന. നാദാപുരത്ത് മിനി ബൈപ്പാസ് നിർമ്മിക്കുന്നു. പൂച്ചാക്കുൽ റോഡാണ് വികസിപ്പിച്ച് ബൈപ്പാസാക്കി മാറ്റുന്നത്. നാദാപുരം, കല്ലാച്ചി ടൗണുകളിലെ യാത്രാ ദുരിതത്തിന് പരിഹാരമുണ്ടാക്കാനാണ് പഞ്ചായത്തിന്റെ ശ്രമം. ബദൽ റോഡാണ് കല്ലാച്ചി, നാദാപുരം പ്രദേശങ്ങളിലെ ഗതാഗത കുരുക്കിനുള്ള ശാശ്വത പരിഹാരം. എന്നാൽ ഇക്കാര്യം ഇപ്പോഴും കടലാസിലൊതുങ്ങുകയാണ്. ഈ സാഹചര്യത്തിലാണ് പഞ്ചായത്ത് ഇക്കാര്യത്തിൽ മുൻകൈയെടുക്കുന്നത്. കല്ലാച്ചി ഭാഗത്തു നിന്ന് നാദാപുരം ടൗണിലെത്താതെ തലശ്ശേരി റോഡിലേക്ക് ചെറുവാഹനങ്ങളെ കടത്തിവിടാനാണ് ഉദ്ദേശം. പഞ്ചായത്ത് ഫണ്ട് തന്നെ വിനിയോഗിക്കും. നിലവിൽ ഈ റോഡ് മാലിന്യം നിക്ഷേപമുള്ള റോഡാണ്. നാദാപുരത്തിന്റെ വികസനത്തിന് ഈ ബൈപ്പാസ് പ്രയോജനപ്പെടുമെന്നാണ് പഞ്ചായത്ത് കരുതുന്നത്. ജനങ്ങൾക്ക് ആക്സസ് ഇല്ലാത്ത ഒരു ഏരിയ ആയിട്ട് നമ്മൾ ഒഴിവാക്കി വെച്ച ആ ഒരു ഭാഗത്തൂട്ടെ ബൈപ്പാസ് നിർമ്മിക്കുന്നത് എല്ലാം കൊണ്ടും നാദാപുരത്തിൻ്റെ വികസന രംഗത്ത് ഒരു കുതിച്ചുചാട്ടമായിരിക്കും. ബൈപ്പാസ് റോഡ് നിർമ്മിക്കുന്നതിന് സൗകര്യം ചെയ്യുമ്പോൾ തന്നെ അവിടെ ബിൽഡിംഗ് നിർമ്മിക്കുന്ന കാര്യത്തിൽ പരമാവധി എല്ലാ ഇളവുകളും സ്ഥലമുടമകൾക്ക് കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ്, നിയമപരമായിട്ട് തന്നെയാണ് നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. പഞ്ചായത്തിന്റെ ഫണ്ട് തന്നെ ഉപയോഗിച്ചാണ് ബൈപ്പാസ് നിർമ്മാണം. നിർമ്മാണത്തിനായി സ്ഥലം മാർക്ക് ചെയ്തിട്ടുണ്ട്. സ്ഥല ഉടമകളുമായി റോഡ് നിർമ്മാണം സംബന്ധിച്ച് ചർച്ച നടത്തിയിട്ടുമുണ്ട്.
ന്യൂസ് 18 നാദാപുരം. കുമളി മൂന്നാർ സംസ്ഥാന പാതയോരത്തു നിന്നും കുറ്റിക്കാടുകൾ നീക്കം ചെയ്യാൻ JCB ഉപയോഗിച്ചതിനെതിരെ നാട്ടുകാർ JCB ഉപയോഗിച്ചതുമൂലം റോഡിന് കേടുപാടുകൾ സംഭവിച്ചെന്നും സുരക്ഷാ സംവിധാനങ്ങൾ തകർന്നെന്നുമാണ് പരാതി. കുമളി മൂന്നാർ പാതയോരത്ത് പുളിയൻമല മുതൽ ഉടുമ്പൻചോല വരെയുള്ള പ്രദേശത്തുള്ള കുറ്റിക്കാടുകൾ വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. റോഡിലേക്ക് വളർന്നു നിൽക്കുന്ന കാട് നീക്കം ചെയ്യാൻ കഴിഞ്ഞ ദിവസം നടപടികൾ തുടങ്ങി. എന്നാൽ പല പ്രദേശങ്ങളിലും കുറ്റിക്കാടുകളും മുൾപടർപ്പുകളും വെട്ടിമാറ്റാതെ JCB ഉപയോഗിച്ച് റോഡിന്റെ വശങ്ങളിലേക്ക് നീക്കുകയാണ് ചെയ്തത്. ഈ റോഡിന്റെ ഇരുവശം കാട് വെട്ടുന്ന കോൺട്രാക്ടർ കാണിച്ചിരിക്കുന്ന കൊള്ളരായ്മയാണ് നല്ല ഒന്നാം ക്ലാസ് റോഡ് കുത്തിപ്പൊളിച്ച് കളയുകയും സംരക്ഷണ വേലികൾ പലയിടത്തും നശിപ്പിക്കുകയും BSNL കേബിളിന്റെ അടയാളം സ്ഥാപിച്ചിരിക്കുന്ന സാധനം നശിപ്പിക്കുകയും അങ്ങനെ ചെയ്യുകയും JCBക്ക് കാട് തള്ളിപ്പുറത്തൊരു അവസ്ഥ ഉണ്ടാക്കുന്നത്. വെട്ടുകത്തിക്ക് വെട്ടുകയോ അല്ലെങ്കിൽ മിഷൻ വെച്ച് അടിക്കുകയൊന്നുമല്ല, അവിടെ ഇവിടെയൊക്കെ വന്ന് മാന്തിപ്പൊളിച്ച് റോഡ് കേടാക്കുകയൊക്കെയാണ് ചെയ്തേക്കുന്നത്. വാഹനയാത്രികർക്ക് സുരക്ഷ ഒരുക്കുന്നതിനായി സ്ഥാപിച്ചിരുന്ന റിഫ്ലക്ടറുകളിൽ പലതും നശിച്ചു. JCB ഉപയോഗിച്ചതുമൂലം റോഡിന് കേടുപാടുകൾ സംഭവിച്ചു. ജോലി വേഗം തീർത്ത് കരാർ തുക കൈപ്പറ്റുന്നതിനായി കരാറുകാരൻ എളുപ്പമാർഗം സ്വീകരിച്ചതോടെ വൻ നഷ്ടമാണ് പൊതുമരാമത്ത് വകുപ്പിന് ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് 18 നെടുങ്കണ്ടം. വീണ്ടും വാർത്തകളിലേക്ക്. 3 ഭാഷകളിൽ അക്ഷരങ്ങൾ അനായാസം തലതിരിച്ചെഴുതുകയാണ് 1ാം ക്ലാസ്സുകാരിയായ നഹ്ല ഫാത്തിമ. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടം നേടിയിരിക്കുകയാണ്. മലപ്പുറം പെരിന്തൽമണ്ണ വലിയങ്ങാടി സ്വദേശിയായ ഈ 7 വയസ്സുകാരി. എന്തെഴുതാൻ കൊടുത്താലും അതൊക്കെ തലതിരിച്ചെഴുതും നഹ്ല ഫാത്തിമയെന്ന ഈ കൊച്ചുമിടുക്കി. ഇംഗ്ലീഷ്, മലയാളം, അറബി എന്നീ 3 ഭാഷകളിലും മിറർ റൈറ്റിംഗ് ചെയ്യാൻ നഹ്ലയ്ക്കറിയാം. തലതിരിച്ചെഴുതുന്നത് കണ്ട് ആദ്യമൊക്കെ നഹ്ലയുടെ രക്ഷിതാക്കൾക്ക് വിഷമം തോന്നിയെങ്കിലും പിന്നീട് ഈ എഴുത്ത് കണ്ണാടിയിൽ കാണിച്ചപ്പോഴാണ് ഈ കൊച്ചുമിടുക്കിയുടെ കഴിവ് അവരും തിരിച്ചറിഞ്ഞത്. നമ്മളിപ്പോൾ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയപ്പോൾ നമ്മൾ എഴുതി കൊടുത്തിട്ടാണല്ലോ കുട്ടികളെ എഴുതുന്നത്. ഫോൺ കൊടുക്കുന്നതിന് പകരം നമ്മളൊരു ബുക്കിൽ എഴുതി വെക്കുക ചെയ്യുക. ഞാൻ തൊട്ടെന്ന് എണീറ്റ് പോയാൽ അപ്പോൾ ഇങ്ങനെ തിരിച്ചിട്ടാണ് ഓളെ ഇതിൽ കാണുന്നത്. ഓൾ നേരെ തിരിച്ചിട്ട് നമ്മൾ എഴുതി കൊടുത്തത് മുഴുവൻ തിരിച്ചിട്ടാണ് ഓളെ എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ആദ്യം ഞാൻ ഒരുപാട് ദേഷ്യപ്പെട്ടിരുന്നു, എന്താ ഇങ്ങനെ എഴുതുന്ന ഇവളെ, ഇത് മാത്രം എന്താ കാണുക, ഞാൻ ഇങ്ങനെ എഴുതി കൊടുത്തിട്ട് എന്താ ഇങ്ങനെ കാണണമെന്നുള്ള ഇതിൽ രൂപത്തിൽ. പിന്നീട് ടീച്ചറോട് പറഞ്ഞപ്പോഴാണ് ഇതിലാണ് ഇങ്ങനെ ഒരു കഴിവാണിത്, ബ്രെയിൻ സെറ്റിങ്സാണ്, കുട്ടികൾക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ട് എന്ന്. ഇതൊരു കഴിവാണെന്ന് മനസ്സിലായതോടെ സന്തോഷമാണ് തോന്നിയതെന്ന് പിതാവ് ഷിയാസ്. നമ്മൾ ആദ്യം ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം നമ്മളെ കുട്ടി എന്തെങ്ങനെ തലതിരിച്ചൊക്കെ എഴുതാനാണോ അതോ എഴുതാൻ കഴിയായിട്ടാണോ അങ്ങനെയൊക്കെയുള്ള ഡൗട്ടായിരുന്നു. പിന്നെ നമ്മളത് കൂടുതലായിട്ട് നോക്കി പിന്നെ ടീച്ചറോടൊക്കെ സംസാരിച്ചപ്പോഴാണ് അതങ്ങനെ ഒരു മൈൻഡ് സെറ്റാണ്, അങ്ങനെ കഴിവാണ് എന്നുള്ളത് ടീച്ചർ നമ്മളോട് പറഞ്ഞത്. പെരിന്തൽമണ്ണ GMLP സെൻട്രൽ സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ നഹ്ല ഫാത്തിമയുടെ ഈ കഴിവ് അധ്യാപികയാണ് ആദ്യം തിരിച്ചറിഞ്ഞത്. മറ്റുള്ളവരുടെ സഹായം കൂടാതെയാണ് നഹ്ല ഫാത്തിമ മിറർ റൈറ്റിംഗ് എഴുതി തുടങ്ങിയത്. ഈ കഴിവ് മനസ്സിലായതോടെ ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡ്സിലേക്കും അയച്ചുകൊടുത്തു. ഒടുവിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും അംഗീകരിച്ചു ഈ മിടുക്കിയെ. ന്യൂസ് 18 തിരൂർ. മലപ്പുറം അരീക്കോട് മഞ്ചേരി റോഡിലെ കിള്ളിങ്ങലിൽ അപകട വളവിന് പരിഹാരമായി സ്ഥിരം അപകട മേഖലയായ ഇവിടെ കൂടുതൽ സ്ഥലമേറ്റെടുത്താണ് വളവ് നിവർത്തുന്നത്. വർഷങ്ങളായി കിളിക്കല്ലിങ്ങൽ വളവിൽ ചരക്കുവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണ്. എടവണ്ണ കൊയിലാണ്ടി സൗത്ത് പുത്തലം നെല്ലിപ്പറമ്പ് റോഡിന്റെ നവീകരണം നടക്കുന്നതിനിടയിൽ അപകട വളവ് നിവർത്താനുള്ള നടപടികൾ ഉണ്ടായിരുന്നില്ല. പ്രദേശവാസികളുടെയും ആക്ഷൻ കമ്മിറ്റിയുടെയും നിരന്തര ശ്രമഫലമായി PK ബഷീർ MLA സ്ഥലം സന്ദർശിച്ചു. വീതി കൂട്ടി അപകടം കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. ഫണ്ടില്ലാത്തതുമൂലം സ്ഥലമെടുപ്പ് നീണ്ടുപോയി. അപകട വളവിലെ സ്വകാര്യ വ്യക്തിയുടെ 1 സെന്റ് സ്ഥലം ഏറ്റെടുത്താണ് ഇപ്പോൾ റോഡിന് വീതി കൂട്ടുന്നത്. ഞങ്ങൾ അരീക്കോട് സംബന്ധിച്ചിടത്തോളം ഈ റോഡ് വികസനം എന്ന് പറഞ്ഞാൽ അരീക്കോട് പഞ്ചായത്തിൽ ഏറ്റവും വാഹനക്കുരുക്കുള്ള പ്രദേശമായ അരീക്കോട് നമ്മളെ ഈ MPV മുതൽച്ചി അതുപോലെ തന്നെ സാളികാൻ ക്ഷേത്രം വരെ 1.5 കിലോമീറ്റർ ചുറ്റുമുള്ള പ്രദേശം. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും കെട്ടിടമസ്ഥന്മാരെയും ഭൂമി ഉടമസ്ഥാനെയും അരീക്കോട് പഞ്ചായത്തിൽ MLA യുടെ നേതൃത്വത്തിൽ യോഗം വിളിക്കുകയും അവരുമായിട്ട് സംവദിച്ചുകൊണ്ട് എല്ലാ ജനങ്ങളും അതിൽ സഹകരിച്ചു. റോഡിന്റെ ഇരുവശങ്ങളും 11 കുടുംബങ്ങൾ വിട്ടു നൽകിയതോടെ കിളിക്കല്ലിങ്ങൽ മുതൽ സൗത്ത് പുത്തലം മസ്ജിദ് വരെ വീതി കൂട്ടും. ന്യൂസ് 18 അരീക്കോട്. കുടിവെള്ള ലഭ്യത ഉയർത്തുന്നതിന് കുളത്തിന് നടുവിൽ കിണർ കുഴിച്ചു. നാട്ടുകാർക്കിപ്പോൾ കുളവുമില്ല, കിണറുമില്ല. ജലസംഭരണി നിർമ്മാണം തർക്കത്തിൽ കുടുങ്ങിയതോടെ കുടിവെള്ള പമ്പിംഗ് നിലയ്ക്കുകയായിരുന്നു. കുണ്ടറ പനംകുറ്റി ഏലായിലെ പഞ്ചായത്ത് കുളമാണ് സംരക്ഷിക്കാതെ കിടക്കുന്നത്. 20 വർഷത്തോളമായി ഇളമ്പള്ളൂർ ത്രിവേണി ജംഗ്ഷൻ നിവാസികൾക്ക് വേനൽക്കാലത്ത് കുടിവെള്ളം എത്തിക്കുന്നത് ഈ കുളത്തിൽ നിന്നായിരുന്നു.
3 വർഷങ്ങൾക്ക് മുൻപ് ജലലഭ്യത കൂട്ടുന്നതിന് കുളത്തിൽ 15 ലക്ഷം രൂപ ചെലവാക്കി പഞ്ചായത്ത് കിണർ നിർമ്മിച്ചു. കുടിവെള്ള സംഭരണി നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രാദേശികമായി തർക്കമുണ്ടായതിനെ തുടർന്ന് പദ്ധതിയും കുടിവെള്ള പമ്പിങ്ങും നിലച്ചു. കിണർ നിർമ്മിക്കുന്നതിന് വേണ്ടി കുളത്തിന്റെ സംരക്ഷണവേലി തകർത്തു. കിണർ നിർമ്മാണം കഴിഞ്ഞിട്ടും സംരക്ഷണവേലി പുനർനിർമ്മിച്ചില്ല. നേരത്തെ കുളത്തിന് സംരക്ഷണ ഭിത്തിയുണ്ട്, വാളല്ല ഗ്രില്ലുണ്ടായിരുന്നു. ആ ഗ്രില്ല് മൊത്തം വെട്ടി മാറ്റി ഇവിടെ അടുക്കി വെച്ച് 3 വർഷമായിട്ട് വേണം തുരുമ്പിക്കുക. നോക്കാനോ പറിക്കാനോ ആരുമില്ല. നമുക്ക് ഒരു ഒറ്റ കാര്യമുള്ളൂ, ഈ സംരക്ഷണ ഭിത്തി എത്രയും പെട്ടെന്ന് ശരിയാക്കി കിട്ടും. കുടിവെള്ള സംഭരണി നിർമ്മിക്കുന്നതിനുള്ള തടസ്സം നീങ്ങിയാൽ പദ്ധതി പുനരാരംഭിക്കുമെന്നും കുളത്തിന്റെ സംരക്ഷണവേലി പുനർനിർമ്മിക്കുമെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ന്യൂസ് 18 കൊല്ലം. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ പൊതുജന അവബോധം സൃഷ്ടിക്കുന്നതിനായി വനിതാ ദിനം വരെ സ്ത്രീകൾ രാത്രി നടത്തം സംഘടിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായി ICDS കുറ്റിപ്പുറം പ്രൊജക്ടിന്റെ നേതൃത്വത്തിൽ വളാഞ്ചേരിയിൽ രാത്രി നടത്തവും ദീപം തെളിയിക്കലും നടന്നു. വനിതാ ശിശു വികസന വകുപ്പിന്റെ ഓറഞ്ച് ദ വേൾഡ് ക്യാമ്പയിനിന്റെ ഭാഗമായി ലിംഗാധിഷ്ഠിത വിവേചനങ്ങൾക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾക്കുമെതിരെയാണ് രാത്രി നടത്തം സംഘടിപ്പിച്ചത്. പൊതുജന അവബോധം സൃഷ്ടിക്കുന്നതിനായി ICDS കുറ്റിപ്പുറം പ്രൊജക്ടിന്റെ നേതൃത്വത്തിലായിരുന്നു രാത്രി നടത്തം. ഡിസംബർ 10 മുതൽ മാർച്ച് 8 വനിതാ ദിനം വരെ സ്ത്രീകളുടെ രാത്രി നടത്തം സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ICDS കുറ്റിപ്പുറം പ്രൊജക്ടിന്റെ നേതൃത്വത്തിൽ വളാഞ്ചേരി മുനിസിപ്പാലിറ്റി, ഇരുമ്പിളിയം, കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്തുകളിലാണ് രാത്രി നടത്തത്തിന് തുടക്കമിട്ടത്. ഗാർഹിക പീഡനം, സ്ത്രീധനം എന്നിവയ്ക്കെതിരെ കൂടിയുള്ള പോരാട്ടമാണിതെന്ന് സംഘാടകർ പറഞ്ഞു. പൊതു ഇടം എൻ്റേതാണെന്നാണ് ഈ പരിപാടിയുടെ ഞങ്ങൾ ക്യാപ്ഷനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് സ്ത്രീകളുടെ എതിരെയുള്ള ലിംഗവിവേചനം, അവർക്കെതിരെയുള്ള ഗാർഹിക പീഡനം, സ്ത്രീധന നിരോധനം, അതിനെതിരെയൊക്കെ ആയിട്ട് ഒരു പോരാടൽ ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എല്ലാ ആഴ്ചയിലും നമ്മൾ ഒരു നൈറ്റ് വാക്ക് സംഘടിപ്പിക്കണമെന്നാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രാരംഭമായിട്ടുള്ള ആദ്യത്തെ നൈറ്റ് വാക്കാണ്. വളാഞ്ചേരി ടൗണിലെ സമാപന കൂടിച്ചേരലിൽ സധൈര്യം മുന്നോട്ട്, പൊതു ഇടം എന്റേതും എന്ന മുദ്രാവാക്യമുയർത്തി ദീപം തെളിയിച്ചു. CDPO ദീപ, ICDS സൂപ്പർവൈസർ, അങ്കണവാടി പ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, വീട്ടമ്മമാർ എന്നിങ്ങനെ 100ഓളം സ്ത്രീകൾ രാത്രി നടത്തത്തിന്റെ ഭാഗമായി. ന്യൂസ് 18 വളാഞ്ചേരി. പട്ടാമ്പി താലൂക്ക് ഓഫീസിൽ മുഹമ്മദ് മുഹസിൻ MLA മിന്നൽ സന്ദർശനം. താലൂക്ക് ഓഫീസിലെത്തിയ MLA വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. സർക്കാർ ഓഫീസുകളെക്കുറിച്ച് വ്യാപക പരാതികളും ആക്ഷേപങ്ങളും ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് സന്ദർശനം. നിരവധി സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷനിലാണ് മുഹമ്മദ് മുഹസിൻ MLA മിന്നൽ സന്ദർശനം നടത്തിയത്. മുൻകൂട്ടി അറിയിക്കാതെ എത്തിയ MLA നേരെ തഹസീൽദാരുടെ ഓഫീസിലെത്തി. അപ്രതീക്ഷിതമായി MLAയെ കണ്ട് ഉദ്യോഗസ്ഥരും ജീവനക്കാരും ആദ്യമൊന്ന് അമ്പരന്നു. തഹസീൽദാരുടെ ഓഫീസിലെത്തിയ MLA ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. കഴിഞ്ഞ താലൂക്ക് വികസന സമിതിയിൽ ഉന്നയിച്ച പരാതികളുടെ നിലവിലെ സ്ഥിതി MLA ചോദിച്ചറിഞ്ഞു. താലൂക്ക് വികസന സമിതിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ആളുകൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂവും കൂടെ നോക്കാമെന്നുള്ളത് കൊണ്ടാണ് വളരെ പെട്ടെന്ന് നമ്മുടെ ഇവിടെ റവന്യൂ താലൂക്ക് ഓഫീസിൽ വന്നത്. തഹസിൽദാർ, അഡീഷണൽ, അതുപോലെ ഡെപ്യൂട്ടി തഹസിൽദാർമാരും എല്ലാവരുമായിട്ട് സംസാരിച്ചു. ആ സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നേരത്തെ അന്ന് വികസന സമിതിയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ 30-ാം തീയതി വരെയുള്ള സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ കൊടുത്തു കഴിഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങൾ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പെൻഡിംഗ് ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സർക്കാർ ഓഫീസുകളെക്കുറിച്ച് വ്യാപക പരാതികളും ആക്ഷേപങ്ങളും ഉണ്ടാവുന്ന സാഹചര്യത്തിൽ കൂടിയാണ് മുഹമ്മദ് മുഹസിൻ MLAയുടെ മിന്നൽ സന്ദർശനം. ന്യൂസ് 18 പട്ടാമ്പി. 2 വയസ്സ് തികയാത്ത കുഞ്ഞിന്റെ അസാമാന്യ കഴിവുകൾ നാടിന് കൗതുകമാകുന്നു. ആറ്റിങ്ങൽ മാമത്ത് ശെൽവൻ പ്രിയാലക്ഷ്മി ദമ്പതികളുടെ മകൻ ഹർഷദാണ് റെക്കോർഡുകൾ വാരിക്കൂട്ടി നാടിന് അഭിമാനമാകുന്നത്. ഓർമ്മയിൽ 400-ൽ പരം വസ്തുക്കൾ സൂക്ഷിച്ചും പൊതുവിജ്ഞാന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയുമാണ് കൊച്ചുമിടുക്കൻ ദേശീയ അന്തർദേശീയ അവാർഡുകൾക്ക് അർഹനായത്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, കലാംസ് വേൾഡ് റെക്കോർഡ്സ്, ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്, സൂപ്പർ ടാലന്റ് കിഡ്സ് അവാർഡ് എന്നീ റെക്കോർഡുകളിലാണ് 2 വയസ്സുകാരൻ ഇടം നേടിയിട്ടുള്ളത്. 2 വയസ്സ് പൂർത്തിയാകും മുൻപ് തന്നെ ഈ കൊച്ചുമിടുക്കൻ ലോകശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ്. ഹർഷദിന് 1 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ തന്നെ എന്ത് കേട്ടാലും ഹൃദിസ്ഥമാക്കാനുള്ള കഴിവുണ്ടായിരുന്നു. 101 രാജ്യങ്ങളുടെ ദേശീയ പതാകയുടെ പേര് പറഞ്ഞ് എല്ലാവരെയും അമ്പരപ്പിച്ചു. ഗ്രഹങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ, പക്ഷികൾ, മൃഗങ്ങൾ എന്നിങ്ങനെ നിരവധി വിഷയങ്ങളിൽ ഈ കൊച്ചുമിടുക്കൻ പ്രാവീണ്യം തെളിയിച്ചു. കലാംസ് വേൾഡ് റെക്കോർഡ്സിലാണ് ഏറ്റവും പുതിയ റെക്കോർഡ്. ന്യൂസ് 18 ആറ്റിങ്ങൽ. രാജ്യത്തെല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പേർട്ട് അപ്പോളോ 24/7 ഈ ദൗത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.